എല്ലാ കൂട്ടുകാർക്കും ഫെമിന ലൈഫ് സ്റ്റൈൽ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ 4 ദിവസത്തിന് ശേഷം ഞാൻ വ്ളോഗ് എടുക്കണേ. പിന്നെ ക്ലാസ്സിനൊക്കെ പോകുന്നതുകൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അമ്മ രാവിലെ തന്നെ സാമ്പാർ പണിയിലാട്ടോ. അപ്പോൾ നമുക്കിവിടെ ദോശയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഉഴുന്ന് ദോശ ആയിട്ടെന്നാൽ രാവിലത്തെ ആക്കി കടി. അപ്പോൾ കാശിമോന് വേണ്ടിയിട്ട് ഇതാ ബീട്രൂട്ട് അരച്ചിട്ടുള്ള ഉഴുന്ന് ദോശ. പിന്നെ ഇതാ ഇവിടെ ചട്നിക്ക് വേണ്ടിയുള്ള കറികളാട്ടോ. പൊട്ടുകടല്ലാത്ത അമ്മ ഉണ്ടാക്കിയതാണ്. ഇത് അനിയത്തിണ്ടാക്കി വിളിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ്. സ്കൂള് കടയിൽ പോകാൻ നിൽക്കുകയാണ്. ഞാൻ ക്ലാസ്സിൽ പോകാനും നിൽക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചായ കുടിച്ചിട്ട് വേണം പോകാൻ. ഇന്ന് സാമ്പാറാണ്. ഉഴുന്ന് ദോശ ഉണ്ട് അന്ന്. പിന്നെ ഞങ്ങളുടെ സാമ്പാറാട്ടോ. ഈ സൈഡിൽ കുറച്ച് ചെടികളുണ്ടായിരുന്നു. അപ്പോൾ റോസ്റ്റഡ് ഒക്കെ. അപ്പോൾ അതിന് ഈ പച്ചക്കറീൻ്റെ വേസ്റ്റ് ഇട്ട സമയത്ത് ഉണ്ടായതാട്ടെ ഈ വഴുതനങ്ങ. അപ്പോൾ വയലറ്റും വെള്ളയും കൂടി ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൊമ്പ് ഉണങ്ങിപ്പോയി. അപ്പോൾ ഇതാട്ടെ പിന്നെ വാടാതെയും കേടാകാതെയൊക്കെ കിട്ടിയത്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ പോയില്ല. അപ്പോൾ അതിലേക്കുള്ള കഷ്ണം വഴുതനങ്ങ അവിടെ നിന്ന് പറിക്കുകയാട്ടോ. അപ്പോൾ അനിയത്തി പറിക്കുകയാണ്. ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ അത് പഴുത്ത സമയത്ത് ചോദിച്ചിരുന്നു അവർക്ക് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ കുറച്ച് ആൾക്കാർക്കൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. ഞാൻ ഇതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കും. നമുക്ക് വാങ്ങുന്ന പച്ചക്കറിയിൽ ഷൈജേട്ടൻ്റെ കൂടെ ആയിരുന്ന സമയത്ത് ഇട ഉണ്ടാവണ് ഇതുപോലെയൊക്കെ ഇടുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇതിന് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ വഴുതനങ്ങ. കടയിൽ പോകാനും ഞാൻ ക്ലാസ്സിന് പോകാൻ റെഡിയായി. ഒന്ന് നോക്ക്. അപ്പോൾ ഞാൻ പോരാൻ നേരത്ത് മോൻ്റെ അടുത്ത് പോയേക്ക് പോവാൻ ഫോണിൽ കളിക്കുക കേട്ടോ. ഞാൻ ഞാനും ഒരുമിച്ചോട്ടെന്ന് ബസ്. സംടൈം അവൾ നേരത്തെ പോകും, ഞാൻ നേരം വൈകിട്ടൊക്കെ പോവല്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിന് പേര് അർജുന കേട്ടോ. അവൾ 2 മാസം, ഞാൻ 3 മാസത്തെ കോഴ്സാണ് വെക്കേഷന് ചേർന്നാണ്. അപ്പോൾ ക്ലാസ്സിൽ കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ സ്ഥിരം പോകുന്ന ബസ്സിലാട്ടോ കയറിയിട്ടുള്ളത്. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കാശിക്ക് ഇത്തിരി ചോറൊക്കെ കൊടുത്ത ആൾ ഉറങ്ങിപ്പോയിട്ടോ. അപ്പോൾ ഇനി അടുക്കളയിൽ പരിപാടി ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു പണി എനിക്കുള്ളതാട്ടോ. ഞാൻ ക്ലാസ്സിന് പോയി വരുമ്പോഴേക്കും അമ്മ ഏകദേശം പണികളൊക്കെ തീർക്കും. പിന്നീട് തുടയ്ക്കുകയും പാത്രം കഴുകാനൊക്കെ ഉണ്ടെങ്കിൽ അതെനിക്കാട്ടോ ഉള്ളത്. അതിന് ശേഷം പിന്നെ എഴുതാനുണ്ടെങ്കിൽ എഴുതും. അല്ലാന്ന് വെച്ചാൽ ചിലപ്പോൾ ക്ലാസ്സിൽ തയ്ക്കാനുള്ള ബാക്കി ഉണ്ടാവും. ഇവിടെ വന്നിട്ട് തയ്ക്കും. ചോറ് ഊറ്റുന്ന സമയത്ത് ഇതുപോലെ എക്സ്ട്രാ എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ അതും കൂടുതൽ ചെയ്ത് വേഗം തീർക്കാനായിട്ട് ശ്രമിക്കാറ്. പിന്നെ എപ്പോഴും റേഷൻ പീടികയിലെ അരി എൻ്റെ കയ്യിൽ നിന്ന് വേവ് കൂടെ ചെയ്യാറ്. അപ്പം അമ്മ പറയൽ ചക്കര ചോറാക്കിക്കുക, കുറച്ച് തേങ്ങയും പഞ്ചസാര ഇട്ടിട്ടെന്ന് പറയലാണ്. ഇപ്പോൾ ഏകദേശമൊക്കെ ചോറിൻ്റെ വേവ് മനസ്സിലായിട്ട്. കാരണം മട്ടയരി അല്ലെങ്കിൽ കുറുവൻ്റെ അരിയാണ് നമ്മൾ വെക്കണമെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റേഷൻ പീടികയിലെ അരി വാങ്ങുന്ന സമയത്ത് വേവൊക്കെ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ അമ്മൂനെ എത്തി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ അവൾ അലോട്ട്മെൻറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്നാണ് അവൾ ഫോൺ ശ്രദ്ധിച്ച് വീഡിയോ ഓണാന്ന് അറിഞ്ഞപ്പോൾ കുറവുകൊണ്ടായിട്ട് മാറി. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ തിന്ന് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം നല്ല മഴയായിരുന്നു. ഇരിക്കുന്ന സമയത്തായിരുന്നു പൊട്ടനും മഴ ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് ചായയും കുടിച്ച് കുറേ കഥകൾ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇരുന്നിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.